വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നു അടുത്ത സിനിമയ്ക്കുള്ളതെന്ന്. പക്ഷെ അതും കഥ ഫുള്ള് എന്നോട് പറഞ്ഞു തന്നതാണെന്നുള്ളത് എനിക്ക് പറയുന്നില്ല. നമ്മളുടെ ഡ്രസ്സ് സ്റ്റൈല്, ബോഡി സെറ്റ്, എന്താണ് നമ്മുടെ തടി കുറയ്ക്കണം, അങ്ങനെയുള്ളത് മാത്രമേ ഡയറക്ടർ എനിക്ക് തന്നിട്ടുള്ളൂ. അല്ലാതെ കഥയുടെ ഒരു ഫുൾ ഇത് എന്നോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് അതുപോലെ തന്നെ ഈ കഥയ്ക്ക് നേരത്തെ അത് വേണം ഇത് വേണം അങ്ങനെ അദ്ദേഹം പറഞ്ഞത് നീ ഇപ്പോൾ ഉള്ള മാതിരിയാണ് വേണ്ടത്, അതിലും മെലിയാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഡള്ളാക്കും, അതൊക്കെ, അല്ലാതെ അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം എനിക്ക് വേറെ ക്ലൂകളോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല, വേറെ ഒന്നും. പിന്നെ ഞാനൊരു സിനിമ ടു സെഡ് സിനിമകൾ കാണുക, ഇറങ്ങുന്ന സിനിമകൾ കാണുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതല്ല. ഞാൻ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് സിനിമകൾ മാത്രം കാണുന്ന ആളാണ്. ഒന്നാമത് എനിക്ക് ജോലി തിരക്കുകളും കാര്യങ്ങളും എന്നിരുന്നാലും ഞാൻ അങ്ങനെ ഒരു പേഴ്സൺ ആണ്. എപ്പോഴും TV നോക്കിയിരിക്കുക അങ്ങനെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞ സാധനങ്ങൾ അത് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഈ രുദ്രേൻ്റെ പല അനുഭവങ്ങളും പല കാര്യങ്ങളും ഞാൻ വേറെ ഒരു മേഖലകളിലും അധികം അങ്ങനെ ഒരുപക്ഷെ ഉണ്ടാവാം, വേറെ സിനിമകളിലുണ്ടാവാം, ഇതുപോലത്തെ ക്ലാസിക്കൽ മൂവികളിൽ ഞാൻ ഒരുപാട് അങ്ങനെ ടച്ച് ചെയ്തെല്ലാം കാണാത്തത് കൊണ്ട് തന്നെ ഞാൻ എവിടെയും അങ്ങനെ സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നപ്പം എൻ്റേതായ രീതിയിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. അത് ഡയറക്ടർക്ക് അത് ഹാപ്പി ആയിരുന്നു, ഭയങ്കരമായിട്ട് അദ്ദേഹം അപ്രിഷ്യേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഉള്ളത്. ഒരു സിനിമ കഴിഞ്ഞാൽ അതവിടെ വിട്ടു, അടുത്തത് വേറെ കഥാപാത്രം, വേറെ സിനിമ തന്നെയാണ്. അത് എപ്പോഴും ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു, അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ വിട്ടു. പക്ഷെ പ്രൊമോഷന് വന്നപ്പോൾ രുദ്രനെ കുറിച്ച് വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് രുദ്രന്റെ പ്രൊമോഷനാണ്. പക്ഷെ എൻ്റെ ബോഡി ലാംഗ്വേജ്, എൻ്റെ ഡ്രസ്സ്, ഇതെല്ലാം ഞാൻ മാറി വന്നത് അടുത്ത സിനിമയ്ക്ക് വേണ്ടി തന്നെ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് എൻ്റെ എല്ലാ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു സാധനം തന്നെയാണ്. കാരണം നമ്മൾ ഒരേപോലത്തെ സാധനം ചെയ്തൊരു പാറ്റേൺ ആയി പോകണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണ് മനസ്സിലേക്ക് വരുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ വേറെ ഒരു മൂവി കമ്മിറ്റഡ് ആണ്. അതൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങളായിട്ടില്ല. അതെനിക്ക് തോന്നുന്നു അടുത്ത സിനിമേൻ്റെ നെക്സ്റ്റ് പ്രിവ്യൂ ഷോ, ഇപ്പോൾ ഇതിൻ്റെ റിലീസിനൊരു ഫംഗ്ഷനും റിവ്യൂ ഷോ വെക്കുന്നുണ്ട് ഡയറക്ടർ പറഞ്ഞ പ്രകാരം.